ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിലെ 2-ാം ഞായറാഴ്ചയായ ഇന്ന് ഗർഭോ ഞായറാണല്ലോ. യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ പുണ്യദിനം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ ഈ അത്ഭുതത്തിന്റെ മനോഹാരിത വിവരിക്കുന്നു. വലിയ തിരക്കിനിടയിലും ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ ഈ കുഷ്ഠരോഗി യേശുവിനെ സമീപിക്കുന്നു. നമ്മുടെ ജീവിതവും ഇത്തരത്തിലാകട്ടെ. ഏതവസ്ഥയിലും ദൈവത്തെ തിരയുന്ന, അവിടുത്തെ ഇഷ്ടമാരായുന്ന അരുമ ശിഷ്യരെ പോലെ തന്നെ. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, നിന്റെ തിരുവിഷ്ടം പോലെ ആകട്ടെ എന്നാണല്ലോ ഈ വചനത്തിന്റെ ആന്തരാർത്ഥം. ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, നമ്മുടെ ഓരോ നിശ്വാസത്തിലും ദൈവത്തെ അനുഭവവേദ്യമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കേവലം വാക്കുകളാലല്ല, പ്രവർത്തികൾ കൊണ്ട് തന്നെ വെളിപ്പെടുത്താൻ ഈശോ ആഹ്വാനം ചെയ്യുന്നു. ഏതവസ്ഥയിലും നമ്മെ കരുതുന്നവനായ ഒരു ദൈവമുണ്ട് എന്നതായിരിക്കട്ടെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ ചാലകശക്തി. ഈ നോമ്പുകാലം അവിടുത്തേക്ക് സാക്ഷ്യമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. സഹനത്തിന്റെ ദുഃഖവെള്ളിയും കടന്ന് പ്രത്യാശയുടെ വരവേൽപ്പിനായി കാത്തിരിക്കാം. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.